റെഡി 1 2 3 ടോ ആണ് പിടിക്കുമ്പോ ഹലോ ഇൻട്രോ ഇൻട്രോ പുതിയ വീഡിയോ എടുക്കും. ഒന്നുകൂടിട്ടാ നമ്മള് വള്ളത്തിന് ഡ്രിങ്ക് വാട്ടർ വെള്ളത്തിന് ഓൺലി വാട്ടർ വാട്ടർ ആരാ എന്താ പോലീസ് ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. നമുക്ക് ആരെ കുറിച്ച് അവിടുന്ന് ഗുണ്ടകൾ മണ്ടിച്ചു വരുന്ന ഒരു നായകൻ, ബാക്കിൽ ഗുണ്ട, മുന്നിൽ നായകൻ. നേരെ ഓടിയെത്തുന്നത് പാടത്ത്. പാടത്ത് ഒരു മാസ് ഫൈറ്റിൽ ഗുണ്ടകളെ അടിച്ചിട്ട് മുന്നോട്ട് നടക്കുന്ന നായകൻ. ശേഷം സ്ക്രീനിൽ ആരെ ഗുണ്ടാരാ ഗുണ്ടകളോ തൊട്ട് നന്ദനൊക്കെ പറഞ്ഞോളൂ. കൊച്ചനെ പറയും അപ്പൊ ഞാൻ പോയി തല്ലും. അപ്പൊ ഇന്നെടുത്തിടും. അപ്പൊ കൊച്ചിറങ്ങും. ഞങ്ങൾ വരും. ഹലോ അപ്പൊ ഞാൻ വണ്ടി പോയി തല്ലും. അപ്പൊ പിന്നെ എടുത്ത് കയറി. അപ്പൊ കൊച്ചാപ്പ് ഇറങ്ങും. എന്നിട്ട് കൊച്ചു ഞാനും പൈസ ജിന്നെ ബഹുമാനം കൊടുത്തോ? പെണ്ണിന്റെ വേഷം കെട്ടിച്ചാണ്ട് കയ്യിലിങ്ങനെ സൈഡിൽ പൂ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. അയ്യോ അങ്ങനല്ല അതാക്കിയല്ലോ. അല്ലിപോലെ പിരടി ഉണ്ടടി. ആ ഓണടിണ്ട് റോക്കി എന്തിനാണ് അവൻ പറഞ്ഞത്? ഇത് ഒന്ന് എന്റെ ഫോൺ, ശത്രുക്കളുടെ കോൾ വരാണ്. ബാക്കി സാരി ഇതിലായത് ഇത് എന്റെ സമയം നോക്കാനുള്ള വാശി, ഇത് ശത്രുക്കളുടെ സമയം നോക്കാനുള്ള വാശി. എനിക്ക് വരുന്ന ശത്രുക്കളുടെ നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ അച്ഛനായി അഭിനയിക്കുന്നത് യാസറാക്കയാണ്. അല്ലെ കുറച്ച് താടി നല്ല യുവത്വം തോന്നിക്കരുത്, നല്ല പ്രായമാണ് തോന്നിക്കുന്നത്. അങ്ങനൊന്നും വേണ്ട, നല്ല സ്ട്രൈറ്റ് ബോഡിയൊക്കെ വേണം. ആ പെണ്ണമ്മയാണ് ഞങ്ങൾ. വേണ്ട യാസറാക്ക കയ്യിലെങ്കിലും സമാധാനം കിട്ടിക്കോട്ടെ.
ഷോർട്ട് ഫിലിമിലെങ്കിലും പെണ്ണുമ്പോ വൈഫ് വന്നോട്ടെ. നിങ്ങളാണ് നമ്മളെ സ്ക്രിപ്റ്റില് നായകന്റെ അമ്മയെ അഭിനയിക്കുന്നത് അല്ലേ? പെണ്ണുമ്മ ഇപ്പൊ തന്നെ കാണാൻ വേണ്ട. യാസറൊക്കെ വരും പെണ്ണ് കാണാനായിട്ട് ചെറുപ്പത്തിൽ അഭിനയിക്കാൻ. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ ഇതേമാതിരി പെണ്ണുമ്മ കടി ഇടുന്ന വരുമ്പോ ചെക്കനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം. ഇതേമാതിരി അതില് ഇടക്കിടക്ക് കൗണ്ടർ അടിച്ചാ സ്ക്രിപ്റ്റ് തിരി പറയണം. അത് മതി. അതാണ് നമ്മൾ യാസറാഖിന്റെ കൂടെ തന്നെ ചെക്കന്മാര്. പെണ്ണുമ്മാന്റെ വാപ്പായിട്ട് എങ്ങനെ പൊക്കി 2 ദിവസം മുമ്പ് ആക്സിഡന്റ് ആയാലാണ്. കൊച്ച യാസറാക്കന്റെ കൊച്ചി കൂടി വരും. യാസറൊക്കെ പാന്റും ഷൂവും ബെൽറ്റ് ഇൻഷുറൊക്കെ ചെയ്താണ്ട് ഇറങ്ങും. എന്നിട്ട് വാപ്പുണ്ടാവും കൊച്ചു തലക്ക് നടും മെല്ലിച്ച പോണം തന്നു മൂത്തവര് ഫസ്റ്റ് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അണ്ണൻ പെണ്ണിന്റെ അനിയെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിട്ട് പോയാണ്ട് സ്ക്രിപ്റ്റിൽ ബെല്ലാരി രാജ കൂളിംഗ് ക്ലാസ് ഉണ്ട്. അഭിനയിക്കോ പോത്ത് ഇന്നലെ ഒരു ടീം അഭിനയിക്കാൻ വന്നാണ് പോത്ത് ഇന്നലെ കയറൊട്ടിച്ച് വണ്ടി ഇവിടുന്ന് പിടിച്ചത്. അത് വേറൊരു ടീമാണ്. കയ്യു കളിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാനാണ് വിളിക്കാം. സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ആരാ? ബുക്കിൽ എഴുതണം. ഓയിച്ചിട്ടോ ടൈപ്പ് ചെയ്യണ്ട വോയിസ് ആക്കിയാണ് ഇട്ടാ മതി. ആദ്യം ഇങ്ങനെ വരുന്നു. രംഗം 1 ഉണ്ടാക്കി അവിടെ സ്ക്രിപ്റ്റോടെ കഷ്ടപ്പെട്ട് ഇതാണ്. രംഗം 1 കഷ്ടം 1 രംഗം 1 ഇതേമാതിരി കല്യാണം പെണ്ണാണാൻ വരുമ്പോ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ്. ശല്യപ്പെടുത്തി സ്ക്രിപ്റ്റ് റൈറ്റർ ഭയങ്കര ശല്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് അതിൽ വീഡിയോ കാണിച്ചു തരാണ്ട്. ഇത് കാണണം. എന്തോ വീഡിയോ കാണിച്ചു കൊടുക്കണ്ട്. ഞാൻ നിനക്ക് ഇത്രയും പൈസ തരുന്നില്ലേ? സ്കൂൾ ഫീസ് കിട്ടുന്നില്ലേ? ട്യൂഷൻ ഫീസ് കിട്ടുന്നില്ലേ? നിനക്ക് എന്താ വാങ്ങി തരാത്തത്? നീ പറയുന്ന എല്ലാം മേടിച്ചു തരുന്നില്ലേ? നീ ഞങ്ങൾക്ക് എന്താ തരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും സ്റ്റുഡൻസിനോട് ചോദിക്കരുത്. അവര് തന്ന വലിയൊരു സാധനം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പാരന്റ്ഹുഡ്. കുട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ അച്ഛൻ, കുട്ടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ അമ്മ. അത് അവരൊന്നും തിരിച്ചു തരുന്ന ലക്ഷങ്ങൾ തരലല്ല ലൈഫ്. സത്യല്ലേ? സത്യം. ഇതിന്റെ അച്ചടിച്ച മാതിരിയാണത്. ഒരു വ്യത്യാസം ഇല്ല. എല്ലാവർക്കും അറിയാ. പക്ഷെ ഞാൻ ഒരു പണിക്ക് വരും. ഒരു മാസത്തിന് അടുപ്പിച്ച് ഞാൻ ഒരു പണിക്ക് വയ്ക്കണം. എന്താ പണി? മറ്റേ 8 മണി മുതല് 12 മണി വരെ 2 മണി വരെ. അത് രാത്രി അധ്വാനിച്ചു. ആ പൈസ കൊണ്ട് എന്ത് ചെയ്തു? ആ പൈസ കൊണ്ട് ഞാൻ എന്ത് മേടിച്ചു? എന്തടിച്ചു? എന്തുണ്ടാക്കി? വണ്ടി റിന്യൂവൽ അടിച്ചു. ഒരു മാസം പണിക്കേക്കൊണ്ടോ? പൈസ
പൈസ ഒന്നും അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം ഓ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം നൽകി കൊടുത്തു. അവനാണ് ഞാനാണ് അവൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെടുത്തോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എൻട്രി ആണോ? ഞാൻ ഫുഡ് കൊടുത്ത ഞാൻ ഫുഡ് കൊടുത്ത 10 പേരിൽ ഒരാള് പൈസക്കാരനായിരുന്നു. അതോ അവൻ. പെണ്ണുങ്ങളുടെ മേൽ കൈ വെച്ചവനൊന്നും ആണുമാവില്ല, പുരുഷന്റെ മേൽ കൈ വെച്ചവനൊന്നും ഗേയുമാവില്ല. സീരിയസ്ലി ട്രിഗറിന്റെ മേൽ കൈവച്ച് അതാണ് അണ്ണമണ്ട. അത് പറയും. ട്രിഗറിന്റെ മേൽ കൈ വെച്ചവനും പെണ്ണുമാവില്ല. അതെങ്ങനെയാവല്ലേ? പെണ്ണിന്റെ മേൽ കൈവച്ചെന്ന് പോയി പറ്റിയെന്നാ ട്രിഗറിന്റെ മേൽ കൈ വെച്ചവനും പെണ്ണാവില്ല, ആണിന്റെ മേൽ കൈ വെച്ചവനും ഷൂട്ടറുമാവില്ല. ട്രിഗറിന്റെ മേൽ കൈവച്ചൊന്നും ഷൂട്ടറും ആവില്ല, പിന്നെ പെണ്ണിന്റെ മേൽ കൈവച്ചൊന്നും ആണും ആവില്ല. ട്രിഗറിന്റെ മേൽ കൈ വെച്ചവനും ആണുമാവില്ല അല്ലേ? പെണ്ണിന്റെ മേൽ കൈ വെച്ചൊന്നും ഷൂട്ടറുമാവില്ല. എന്താണ് പറയണേ? അല്ല പഠിച്ചോ നാലട്ടം പറയുമ്പോ റെഡിയാവും. പെണ്ണിന്റെ മേല പെണ്ണല്ലല്ലോ എന്താണ്? ട്രിഗറിന്റെ മേൽ കൈ വെച്ചവരൊന്നും ആണുമാവില്ല. പെണ്ണിന്റെ മേലെ പറഞ്ഞ ട്രിഗറിന്റെ മേൽ കൈവച്ചതൊന്നും ഷൂട്ടർ ആവില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചതൊന്നും ആണുമാവില്ല. എന്റെ യോഗ്യത എന്ന് മനസ്സിലാക്കുക, എന്നെ സ്നേഹിച്ചവർക്ക് വേറെ ആർക്കും മനസ്സിലാവില്ല. ഞാൻ ഓനെ പറയുന്നില്ല. ഏത് അംബാസഡർ പോലെ പന്നെ തട്ടിടും. ആ തന്താനെന്നാണ് ആ പാട്ടിന്റെ അപ്പൊ അതി പന്നിട്ടാണ് ഞാൻ ആക്കും. ആക്ഷൻ മാത്രം പോരാ, ഡയലോഗ് അറിയും. ഒരു നേരത്തെ ബണ്ണിന് വേണ്ടി നീ എത്ര കഷ്ടപ്പെടുന്നുവോ അത്രമേൽ കഷ്ടപ്പെട്ടിരുന്നു ഞാൻ. ചെയ്താലേ എനിക്കൊരു പല്ല് കിട്ടിയെന്നുള്ളൂ. എനിക്കുണ്ടല്ലോ. ഞാന് മൂവീസ് അങ്ങനെ കാണാറില്ല. പുലിമുരുകൻ കണ്ടിട്ടില്ലേ? പുലിമുരുകൻ കണ്ടിട്ടേ ഒരു പുലിമുരുകല്ലേ ഒരു ദിവസം 10 ടീം കാണുവാന്. ഞാൻ പറഞ്ഞേ അത് ഒരു പുലിമുരുക ആ ചമ്മ ഒരു ഇല ഇത് കട്ടാവണ എത്ര എണ്ണ ഏട്ടനാണ്. ഞാൻ ഏട്ടനായിട്ട് കണക്കൂട്ടിരിക്കും. മൂട്ടിയിട്ട പൈസ ഞാൻ നാളെ അടിച്ചു പോയിക്കോ. ഓന്റെ പൈസക്ക് ക്യാമറ മാറ്റി പ്രൈവസി നമുക്ക് ചായ എടുക്കേണ്ട വകുപ്പാക്കിയാലോ? ചായ കുടിച്ചാൻ പോവില്ല നമുക്ക്? ചായ കുടിച്ചാൻ പോവാ നന്ദ. ഫണ്ട് നമ്മളെ പൈസക്കാരനാണ് ഫാദ്. ഇന്ന് എല്ലാവർക്കും ചായയാണ് ഫാദിന്റെ വകയാണ് ഗായ്സ്. ഓഹോ ആണ് ഫാദ യൂട്യൂബിലാ പെട്ടുണ്ട്. അപ്പൊ ഇജ് സ്പോൺസർ ചെയ്യണം, അല്ലെ എന്റെ നിലവാരം കാണും. ബാക്ക്ഗ്രൗണ്ടിൽ ചായ മണി how much? Oh my god, 100 rupees, 100 rupees. ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ് ഗായ്സ്. എന്റെ അഭിപ്രായം എന്താ? എവിടക്ക പോണ്ട് ചായ കുടിക്കാന്? കാരണൊരു അരിക്കൂട്ടന്റെ കാരണൊരു അതാ പോയി ഗായ്സ്. ചായ കുടിക്കാൻ പോയില്ല അണ്ണ ജില്ല ചായ കുടിക്കാൻ പോവാ. ചായ കുടിക്കാൻ പോവില്ലേ? 1 2 3 4 5 ചായ 5 കടി. 5 ചായക്കുള്ള പൈസ കേട്ടോ. 1 കടി ഞാൻ തരാം. 5 ചായ അരിക്കുട്ടന്റെ വകയും
5 കടി നന്ദന്റെ വകയും ആയിരിക്കുന്നു. ജീവിതം കഴിയുന്നു ജീവിതം കഴിയുന്നു പോയി. ഞങ്ങളെ ആക്ടറെ നീ ശല്യപ്പെടുത്തരുത്. ആണാ ഇല്ല അടിക്കാന് ഉറപ്പല്ലേ? നിങ്ങൾക്ക് നമ്മളെ വേറെ കാണാൻ ഞങ്ങളെ അടിക്കാൻ പോയിട്ടല്ലേ ഉടനെ കട്ടെടുക്കാൻ ബുദ്ധി ഉണ്ടായാൽ മതി. ബുദ്ധി ചത്തോര് പലതും വിചാരിക്കും. എന്ത് ഇവിടെ വിഷയം എന്താ? തുടരും സിനിമയിലേ മറ്റേ ചെക്കൻ മരിക്കുന്നു, മോഹൻലാലിന്റെ മോന്. ഞാൻ അവരോട് പറഞ്ഞു കഥ പറഞ്ഞു. ഇതൊക്കെ കാണുന്നവർക്ക് എന്താ ഇനി പന്നോട് ചെയ്തിരുപ്പ്. അയ്യോ മോഹൻലാലിന്റെ മോനാണ് മരിക്കുന്നത്. അരിക്കുട്ടൻ പറഞ്ഞ് അർജുന അശോകനാണ് മരിച്ചത്. ഞാനും ചിമ്പനും പറഞ്ഞു അത് അർജുന അശോകനല്ല. അതാണ് കുറച്ച് സെൻസ് മതി. ആരാ മരിക്കണേ നമുക്ക് ചിന്തിക്കാൻ. അനക്കാരുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ല. അതാണ് പ്രശ്നം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ. സിനിമയ്ക്ക് വരാൻ പാടില്ല. 100 രൂപ വാങ്ങിക്കോ ചായക്കില്ലേ. സേഫ്റ്റി 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 ആണ്. ഹെൽമെറ്റ് ചെയ്യാതെ പോരുത്. ഹെൽമെറ്റ് ചെയ്യാതെ പോരുന്നിട്ടാ. ഫുൾ സേഫ്റ്റി ആണോ? എന്റെ ഹെൽമെറ്റ് ഇവിടെ വണ്ടിയില്ല. ഹെൽമെറ്റ് ഇട്ടോ, ഹെൽമെറ്റ് ഇട്ടോ, ഹെൽമെറ്റ് ഇട്ടോ. ഹെൽമെറ്റ് ചെയ്യാതെ ആരും എടുക്കുമ്പോണ്ട. നോ ഹെൽമെറ്റ്. അതൊക്കെ ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് ഇട്, ഹെൽമെറ്റ് ഇട്, ഹെൽമെറ്റ് ഇട്. MBD അയച്ചു കൊടുക്കും. ഹെൽമെറ്റ് ഇട്ടോ. അത് ഇട്ടിട്ടോ തലി കിട്ടോ. ചെറിയേട്ടൻ ദുബായിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ. ചെലവിന് പൈസ തരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഇടപെടുക. ഇത് ബാബുവേട്ടൻ നല്ല മനുഷ്യനാണ്. നിങ്ങൾ നല്ല മനുഷ്യനാണ് പൈസ തരിക. ബാബുവേട്ടൻ നിങ്ങളും പൈസ. ഇത് നമ്മളെ അർജുന്റെ ഏട്ടനാണ്. അവിടെ അല്ല, അതിന് കുറച്ച് അടിയിലാണ്. അതെ 90 അടുത്തൊന്ന് 153 പതിയാണ്. താടി താടി കാണിച്ചല്ലോ. അത് വളർത്തണല്ലേ ലുക്ക്. ഹാൻസം ഗായ്. പപ്പ കൊടുത്ത് വാക്കണല്ലേ. അരെ പപ്പ ഡമ്പാക്കി പപ്പാക്കി പപ്പാക്കി എത്ര റോജപ്പാക്കി പണ്ട് റോജാവാക്ക് എന്നിട്ട് ചാവാ തിന്നാണ്. അതെ ഇജയ വാങ്ങി മൊത്തത്തില്. അന്നൊക്കെ റോജപ്പാക്കാൻ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാവും. എന്താ പാതകേ ഉള്ളി വണ്ടി ഭ്രാന്ത്. കിട്ടണ്ടല്ലോ. അപ്പൊ ചായ കുടിച്ചാൻ പോലെ ചായ കുടിക്കാൻ പോള്. എന്നാ വണ്ടി പിടിച്ചടാ പോലെ നാട്. ഞാൻ എനിക്ക് നമ്മുടെ നാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശുദ്ധമായ വിശ്വസിക്കുന്ന വിഷ്വൽ ബ്യൂട്ടി. വിഷ്വൽ ബ്യൂട്ടി നമ്പർ വെയിറ്റില്ല.
ഗായ്സ് നമ്മൾ ചായ കുടിക്കാൻ എത്തി ഗായ്സ്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. അടുത്തേക്ക് This is an protein powder. Bismillahirrahmanirrahim. Bismillahirrahmanirrahim. Just use it. ഇതൊന്നും ചെയ്ത് അടിപൊളി ചായക്കടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. ഇത് ലൊക്കേഷൻ വരുന്നത് കല്ലക്കയം അല്ല പൊയ്ച്ചാൽ കടവ് പാലം ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കറക്റ്റ് ഓണാക്കിയ ഈ ചായക്കട ഉണ്ട്. പൊയ്ച്ചാല് പാലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നല്ല കടകളൊക്കെയാണ്. ചായ വരുന്നുള്ളൂ. ചായ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം അതെന്ന് 2 വാക്ക് പറയും. ഇവിടുത്തെ കൊക്കോടൻ്റെ തിന്ന സാധനം എങ്ങനെയുണ്ട്? സാധനം സൂപ്പർ സാധനം. അടുത്ത ഞങ്ങൾ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്താ ഒന്ന് അണ്ണനുള്ള ചട്ടയില് അരിക്കൊണ്ടോ ഇവരാണ് നമ്മളെ ചായ കടക്കാരൻ. ചായ സപ്ലൈ എല്ലാം കൂടിയിട്ട് പോണി. ഇൻട്രൊഡ്യൂസ് ചെയ്യും. സമൂസ എടുത്തോ. ഈ പോക്കിങ്ങനെ പോകണം അതെടുക്കാം. പുള്ളി മസാല കൊണ്ട് മഷൂർക്ക നമ്മളെ ആരാണ്? ആ കുഞ്ഞുപുറക്കെ എന്നെ പറ്റിച്ചത്. അതെ സമൂസ സമൂസ ഓപ്പറേഷൻ ചെയ്തു. ഓ ഇവിടുത്തെ മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അതെന്താ കല്യാണം മുളകും ഞാലേ ഇജെന്താ ജിമ്മിന് 2 ദിവസം ലീവ് ആയിരുന്നു? എന്തിരക്കാക്കില്ലേ? അണ്ണാ എന്തൊക്കെയാ കടി ഉണ്ട് അവിടെ?
മിന്നാന്നുള്ള വാഴ മാസ്റ്റർ അവൻ പോയി, ഞാൻ പോയിട്ടുണ്ട്. അല്ലടാ മിന്നാന്ന് വാഴ മാസ്റ്റർ അവൻ്റെ അണ്ണ ഇനി ഏത് കഴിയത്താലും ഐഡന്റിക്കലി ആറിനടക്കേ നല്ല എടുക്കില്ല കടി ചുറ്റു എന്താണ് കൊടുക്കൂലേ എന്നാ ഇവിടെ മസാല കൊണ്ട് എടുക്കണേ, എല്ലാരും 6 മസാല കൊണ്ട് എടുക്കുക. റിച്ച് മാൻ. 10 രൂപേന്റെ എടുത്തോ, 10 രൂപേന്റെ എടുത്തോ. അന്റെ ചായക്ക് വിളച്ചു കൊറേ എനിക്ക് എന്ത് വേണം ബ്രോ? അങ്ങനെ ഉള്ളികട, മുട്ട ബജി, പയമ്പരി. നമ്മുടെ നാട് ആസ്വദിക്കാൻ ചായ കൂടി കഴിഞ്ഞു. ഇതാ നമ്മുടെ നാട്. ഏതാ നമ്മുടെ ഏരിയക്ക് കേറിയാൽ തന്നെ ഒരു ഫോറസ്റ്റ് മൂടല്ലേ? ഇതിന് വയനായിട്ട് കൊടുക്കും കേട്ടോ. അതില് മാക്സിമം കൊണ്ടുവരാൻ അതാ നമ്മുടെ നാടാണത്. ഇത് പറയാല്ലേ ഒരു മൃഗാണ്, ഒരു മൃഗാണിത്. വീട്ടിലെത്തി ഗായ്സ്. കുറച്ച് കല്ലിട്ടും കല്ലും മണലൊക്കെ ഇറക്കി കട്ടട്ടാളെ ഇത്ര നിർബന്ധമല്ലെങ്കിൽ ആയിക്കോട്ടെ പോലെ